T20 ലോകകപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഇന്ത്യയിൽ ലോകകപ്പ് കളിക്കാനെത്തില്ലെന്ന കടുത്ത നിലപാടിലായിരുന്നു ബംഗ്ലാദേശ്. എന്നാൽ ഈ ആവശ്യത്തോട് ICC വഴങ്ങിയില്ലെന്ന് മാത്രമല്ല, ബംഗ്ലാദേശിനെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കുകയും പകരം സ്കോട്ട്ലൻഡിനെ ലോകകപ്പിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ക്ഷണം സ്വീകരിച്ച സ്കോട്ട്ലൻഡ് ബംഗ്ലാദേശിന് പകരം ഗ്രൂപ്പ് സിയിൽ കളിക്കുമെന്ന കാര്യവും ഉറപ്പായിട്ടുണ്ട്. ഇതിനിടയിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമുമായി ബന്ധപ്പെട്ടും ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. ബംഗ്ലാദേശിന്റെ ആവശ്യത്തോട് മുഖം തിരിച്ച ICC നടപടിയിൽ പാകിസ്ഥാൻ പ്രതിഷേധം അറിയിച്ചിരുന്നു. നേരത്തെ ബംഗ്ലാദേശിന് പിന്തുണയുമായി ലോകകപ്പ് മുന്നൊരുക്കങ്ങൾ പാകിസ്ഥാൻ നിർത്തിവെക്കുന്ന സാഹചര്യം വരെയുണ്ടായി. ബംഗ്ലാദേശിനെ പുറത്താക്കിയ സംഭവത്തിൽ എങ്ങനെ പ്രതികരിക്കണം എന്നത് പ്രധാനമന്ത്രിയോട് ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നായിരുന്നു PCB ചെയർമാൻ മൊഹ്സിൻ നഖ്വി പറഞ്ഞത്. എന്നാൽ ലോകകപ്പ് കളിക്കുന്നതിൽ നിന്ന് പിന്മാറിയാൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളിലേക്ക് ICC കടക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ബംഗ്ലാദേശിനൊപ്പം ചേർന്ന് ലോകകപ്പ് കളിക്കാൻ തയ്യാറാകാതെ ഇരുന്നാൽ പാകിസ്ഥാനിൽ ഔദ്യോഗിക ക്രിക്കറ്റ് തന്നെ ഇല്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാണ് ICCയുടെ നീക്കം. T20 ലോകകപ്പ് കളിച്ചില്ലെങ്കിൽ പാകിസ്ഥാനുമായി ക്രിക്കറ്റ് പരമ്പര കളിക്കാൻ മറ്റ് അംഗരാജ്യങ്ങളെ അനുവദിക്കില്ലെന്നാണ് ICCയുടെ നിലപാട്. ഇതോടെ ഒരു ഫോർമാറ്റിലും പരമ്പരകൾ കളിക്കാൻ പാകിസ്ഥാന് സാധിക്കാതെ വരും. അടുത്തതായി പാകിസ്ഥാന് പണി കിട്ടുന്നത് PSLന്റെ കാര്യത്തിലായിരിക്കും. PSL കളിക്കുന്നതിന് താരങ്ങൾക്ക് NOC നൽകാൻ രാജ്യങ്ങളെ ICC അനുവദിക്കില്ല. ഇതോടെ വിദേശ താരങ്ങൾക്ക് PSL കളിക്കാനാകാത്ത സാഹചര്യം ഉണ്ടാകും. മറ്റൊരു കാര്യം, ഏഷ്യ കപ്പിൽ നിന്ന് പാകിസ്ഥാനെ പുറത്താക്കും എന്നതാണ്. ബംഗ്ലാദേശിനെ പിന്തുണ പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ പിന്മാറുന്ന അവസ്ഥയുണ്ടാകരുത് എന്ന് കരുതിയാണ് കടുത്ത നീക്കങ്ങളിലേക്ക് ICC കടക്കുന്നത്. ചുരുക്കത്തിൽ പാകിസ്ഥാനെ ക്രിക്കറ്റിൽ നിന്ന് തന്നെ ICC വിലക്കുന്ന അവസ്ഥയുണ്ടാകും. നിലവിലെ സാഹചര്യത്തിൽ ഇത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യും. നേരത്തെ നഖ്വി ബംഗ്ലാദേശിന് അനുകൂലമായി കടുത്ത നിലപാടെടുക്കുമ്പോഴും ലോകകപ്പിൽ നിന്ന് പിന്മാറുന്ന തരത്തിലേക്ക് ഇത് കടക്കില്ലെന്ന് ഒരു PCB മെമ്പർ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയിൽ ലോകകപ്പ് കളിക്കില്ലെന്ന കാര്യത്തിൽ ബംഗ്ലാദേശ് താരങ്ങളും ക്രിക്കറ്റ് ബോർഡും രണ്ട് തട്ടിലായിരുന്നു. താരങ്ങൾക്കെതിരെ ബോർഡ് ഡയറക്ടറുടെ പ്രസ്താവനകൾ കാരണം അവർ ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ബഹിഷ്കരിക്കുന്ന ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. ഒടുവിൽ ബോർഡ് ഡയറക്ടർക്കെതിരെ നടപടിയെടുത്താണ് രംഗം തണുപ്പിച്ചത്. ലോകകപ്പിൽ നിന്ന് പുറത്തായതിൽ ബംഗ്ലാദേശ് താരങ്ങൾ കടുത്ത നിരാശയിലാണെന്നാണ് സൂചന. ഇന്ത്യയോടും ICCയോടും ഇടയാൻ പോയാൽ ബംഗ്ലാദേശിൽ ക്രിക്കറ്റ് തന്നെ ഉണ്ടാകില്ലെന്ന് മുൻ താരമായ തമീം ഇക്ബാൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാര്യങ്ങൾ ആ വഴിക്കാണ് നീങ്ങുന്നത്. വരും നാളുകളിൽ ബംഗ്ലാദേശിനെതിരെ ICC കൂടുതൽ നടപടികളിലേക്ക് കടക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇതിനിടയിലാണ് പാകിസ്ഥാന് കടുത്ത മുന്നറിയിപ്പ് ICC നൽകിയിരിക്കുന്നത്. ഇനി ഈ മുന്നറിയിപ്പുകളെ എല്ലാം അവഗണിച്ച് പാകിസ്ഥാൻ T20 ലോകകപ്പ് ബഹിഷ്കരിച്ചാൽ പകരം ആര് കളിക്കാനാണ് സാധ്യത? ഒരു ടീം യോഗ്യത നേടിയിട്ടും ടൂർണമെന്റിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ പകരം ആളെ എടുക്കുന്നത് ICC റാങ്കിംഗ് അടിസ്ഥാനമാക്കിയാണ്. അങ്ങനെയാണ് ബംഗ്ലാദേശ് പോയപ്പോൾ സ്കോട്ട്ലാൻഡിന് നറുക്ക് വീണത്. പാകിസ്ഥാനും പിന്മാറുകയാണെങ്കിൽ റാങ്കിംഗ് അനുസരിച്ച് അടുത്ത സാധ്യത ഉഗാണ്ടക്കാണ്. 14ാം റാങ്കിലുള്ള ടീമായാണ് സ്കോട്ട്ലാൻഡ് ലോകകപ്പിന് എത്തുന്നത്. 15 മുതൽ 20 വരെ റാങ്കിംഗ് ഉള്ള രാജ്യങ്ങൾ യോഗ്യതാ റൗണ്ടുകൾ കളിച്ച് ലോകകപ്പിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് 21ാം റാങ്കിലുള്ള ഉഗാണ്ട ലോകകപ്പ് കളിക്കാൻ എത്തുക. പാകിസ്ഥാൻ പിന്മാറിയാൽ ഇന്ത്യ, നമീബിയ, നെതർലൻഡ്സ്, USA എന്നീ രാജ്യങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഉഗാണ്ടയും എത്തും. കഴിഞ്ഞ ലോകകപ്പിൽ കളിച്ച ടീമാണ് ഉഗാണ്ട. എന്നാൽ ആദ്യ റൗണ്ടിൽ തന്നെ അവർ പുറത്തായിരുന്നു. അഫ്ഗാനിസ്ഥാൻ, വെസ്റ്റ് ഇൻഡീസ്, ന്യൂസിലാൻഡ് എന്നീ ടീമുകളോട് പരാജയപ്പെട്ട ഉഗാണ്ട പാപ്പുവ ന്യൂ ഗിനിയക്കെതിരെ വിജയിച്ചിരുന്നു. എന്തായാലും T20 ലോകകപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്ത് സംഭവിക്കും എന്ന കാര്യം കണ്ടറിയേണ്ടതാണ്.